അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി ഫോർ ദ റിബൽ എന്ന് പറഞ്ഞ ഗെയിമാണ്. അപ്പോൾ നമ്മളിന്ന് ബേസ്മെന്റ് എസ്കേപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്ലെൻഡറിനെ കെട്ടിയോ, പിന്നെ പഴയതുമാരെ ഗ്രാനിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കണ്ട് കിടക്കാം. ഓക്കെ, എല്ലാം സെറ്റാണ്. ഓക്കെ, നമ്മളിതേ ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏതൊരു കാട്ടിൻ്റെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു വീട് കാണുന്നുണ്ട്. ഇതേ സൈഡിലെ കാട്ടുമുക്കിൽ അവിടെ സ്ലെൻഡറിന് നിൽക്കുന്നുണ്ട്. അവിടെ വായിന്ന് തോന്നുന്നു. ഈ വണ്ടി ഓടിക്കണേ ഈ നമുക്ക് പ്രാന്താണ്. ഇവന് വേറെ പണിയൊന്നുമില്ല. ഗ്രാനിയുടെ എത്ര കിട്ടിയാലും ഇവൻ പഠിക്കില്ല പൊട്ടൻ. അവിടെ ഇവൻ നടു റൂട്ടിൽ മരം വീണോണ്ട് ഇതേ അവിടെ പുറത്തിറങ്ങാൻ നിൽക്കുക. ഇവന് വട്ടാണോ? കാറ് തിരിച്ച് പോയാൽ പോരെ. ഓക്കെ, ആ മരമൊക്കെ ഇവൻ മരം എടുത്ത് നോക്കാനുള്ള ശക്തിയൊക്കെ ഉണ്ട് ഇവന്. ഓക്കെ, ഇവൻ വായും തുറന്ന് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മിക്കവാറും ഇപ്പോൾ ആരെങ്കിലും വന്ന് തലക്കടിക്കും. അവിടെ സ്ലോ മോഷൻ കളിച്ച് നിൽക്കാലോ. അവിടെ സ്ലെൻഡറിനെ കെട്ടി നൈസായിട്ട് വന്ന് ചെകിടത്തടിച്ചിട്ട് പോയിട്ടുണ്ട്. ഓക്കെ ഐസ്, അപ്പോൾ കൺട്രോൾസ് കിട്ടിയിട്ട് ഇത് ഡേ 1 കേട്ടോ. നമ്മളിത് ഇപ്പോൾ മര്യാദയ്ക്ക് ആ കാട്ടിൻ്റെ ഉള്ളിലൂടെ നടക്കാമായിരുന്നു. അപ്പോൾ മറ്റേ സ്ലെൻഡറിനെ കെട്ടിയ വന്ന് നൈസായിട്ട് അടിച്ചിട്ട് പോയിട്ടുണ്ട്. നമ്മളിത് ഗ്രാനിൻ്റെ വീടിൻ്റെ ഉള്ളിലാണ്. എന്തിൻ്റെ ഭ്രാന്താണോ? നമുക്ക് പുറത്ത് പോയി നോക്കാം. ഡോർ ഈസ് ലോക്ക്. അപ്പം മിക്കവാറും ഇവിടെ ഡോർ ഉണ്ടാവും. അല്ല, ഡോറല്ല, ലോക്ക് ഉണ്ടാവും. ഇതേ ഇരിക്കുന്ന കൈസ്. അപ്പോൾ ഓൾഡ് കീ എന്നാട്ടോ അതിൻ്റെ പേര്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് എങ്ങനെയല്ല ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കാം. ബേസ്മെൻറ്റ് എസ്കേപ്പ് ആണോ നമ്മളപ്പോൾ ഇന്ന് ചെയ്യണേ? അയ്യോ, ഇതേ ഗ്രാനി തുറന്നല്ലോ. അപ്പോഴേയും കണി കണ്ടത് ഗ്രാനി തന്നെ. അപ്പം ഇന്ന് മുടിയും. ഓക്കെ, വലിപ്പൊക്കെ തുറന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. നമുക്കിനി ഇവിടെ കുനിഞ്ഞിരിക്കാം. ക്രൗച്ച് ചെയ്തിരിക്കാം. ഓക്കെ, ഗ്രാനി നമ്മൾ കണ്ട. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ കീ ഇട്ടിടാം. നമുക്ക് ഇവിടേക്ക് എല്ലാവരെയും വിളിച്ചു വരട്ടെ. അതായിരിക്കും നല്ലത്. എല്ലാവരും ഇവിടേക്ക് ഓടി വരട്ടെ. ഓക്കെ, ഗ്രാനി സുന്ദരമായിട്ട് വരുന്നുണ്ട്. ആ ഗ്രാൻഡി പിന്നെ നമ്മളെ നൈസായിട്ട് അടിച്ചിട്ടുള്ളവനെയും നമുക്ക് കിട്ടണം. ഷോർട്ട് ഗൺ എങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആദ്യം സ്ലെൻഡറിനെ കിട്ടുവനെ കൊല്ലണം. അവനാണ് നമ്മളെ കൊന്നത്. അല്ല, കൊല്ലല്ല, അടിച്ചത്. അവിടെ ഗ്രാൻഡ് ഇപ്പോൾ എവിടെ പോയറാ? വീണ്ടും സൗണ്ട് ഉണ്ടാക്കാം. ഓക്കെ, ഗ്രാനി ഇവിടെ കറക്റ്റായിട്ട് എത്തുന്നുണ്ട്. ഓക്കെ, ഇതേ മറ്റവൻ കുത്തമ്മിനാറിൻ്റെ മാതിരി പൊക്കായിട്ട് ഒരുത്തൻ. അടാ, ഇപ്പുറത്തേക്ക് വാടാ. അവിടെ ഇത്രയും ശബ്ദം ഉണ്ടാക്കിയിട്ട് അവനോട് പോയിറാ. ഓക്കെ, ഇവനിവിടെ എത്തി, ഗ്രാനിവിടെ എത്തി. എന്നാൽ നമുക്ക് നൈസിൽ പോവാം. നമുക്ക് നേരെ മറ്റേ സിലിണ്ടറിന് കിട്ടിയോ താഴില്ല. അപ്പോൾ നമുക്ക് നേരെ മേലേക്ക് പോവാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. തുറക്കാം. എടാ, ബേസ്മെന്റിന്റെ കീ കിട്ടിയപ്പോ തന്നെ. എടാ, താഴേന്ന് ഗ്രാനി വരുന്നുണ്ട്. ദൈവം, ഡോറൊക്കെ അടച്ചു വെക്കട്ടെ. എടാ, ബേസ്മെന്റിന്റെ കീ കിട്ടി. എത്ര പെട്ടെന്ന് കിട്ടിയേ? അതെന്തായാലും നന്നായിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓക്കെ, നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. ഇവിടെ ഉണ്ട മാത്രമേ ഉള്ളൂ. ഇവിടേക്കൊക്കെ ഇനി കിടക്കണമെങ്കിൽ നമുക്ക് ഹാമർ അതൊക്കെ സംഭവങ്ങൾ വേണം. ഓ, അവിടുത്തെ ഇത് തുറന്നില്ലല്ലേ നമ്മൾ. അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ ഗ്രാനിപ്പോൾ കയറി വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. നമുക്കപ്പോൾ നേരെ അവിടേക്ക് പോവാം. ഓക്കെ, ഇവിടെ ആയിട്ട് നമുക്ക് താഴേക്ക് ചാടണ ഒരു സംഭവം ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ഇവരെ പറ്റിച്ചുകൊണ്ട് ചാടാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ആരിടാം. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ ഗ്രാനി 1 ടേഡീനെ ഇടലായിരുന്നു. ഈ പ്രാവശ്യം അത് തന്നെയാണോ? ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ഇതിലൂടെ നമുക്ക് ചാടാം. അതിൻ്റെ ഇടയിൽ പോകണം. നമുക്കിവിടെ ശബ്ദം ഉണ്ടാക്കിയിടേ ഇവിടേക്ക് അവരെ വരുത്താം. ഓക്കെ, ഇതേ ഗ്രാനി അവിടെ നിൽക്കണു. ഇതേ മറ്റോ സ്ലെൻഡറിനെ കെട്ടിയവനും ഉണ്ട്. അവിടെ കുടുംബത്തോടെ ഇറങ്ങി. പക്ഷെ ഗ്രാൻഡ്പനെ ഇവിടെ കാണുന്നില്ലല്ലോ. അവരടുത്ത് വരട്ടെ. അടുത്ത് വരുമ്പോൾ നമുക്ക് താഴേക്ക് ചാടാം. ശരി, അപ്പൊ നമ്മളെ പറ്റിച്ചേ. ചാടിക്കോ. ഓക്കെ, നമ്മളിത് ഇവിടെ താഴെ ചാടി.
ഓക്കെ ഇവിടെ ഹാമർ ഇരിക്കുന്നുണ്ട്. ബേസ്മെൻറ്റിക്ക് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് വേണം. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഹാമർ എടുക്കാം. ബേസ്മെൻറ്റിക്ക് യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം ഡയമണ്ട് കണ്ടുപിടിക്കണം. ഡയമണ്ട് അല്ല, എന്നാൽ അവിടെ പോയിട്ട് തുറക്കണം. വേണ്ട, നമുക്ക് ഈ ഹാമർ കൊണ്ടിട്ട് മേലെ കുറേ ഞാൻ പറഞ്ഞില്ല അവിടെ പ്ലാങ്ക് ഉണ്ടെന്ന്. ഓക്കെ ഇവിടെ ബുക്ക് ഇരിക്കുന്നുണ്ട്, അത് നേരെ ഇവിടെ യൂസ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. റസ്റ്റി സീസേഴ്സ് അതെന്തിനാ യൂസ് ചെയ്യണേ? ആരെ കണ്ട നമ്മളെ? ഓ ഗ്രാൻഡ് പി ആട്ട കൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ട്. അയ്യോ ഈ സ്ലെൻഡർ എനിക്ക് എന്തിൻ്റെ കേടാ? ഗെയിം ഈ സ്ലെൻഡറിനേക്ക് വരാൻ പറ്റിയ സമയം പണ്ടാറടങ്ങാൻ. കുഴപ്പമില്ല, പെട്ടെന്ന് പോവാം. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ആ ഹാമർ കൊണ്ട് യൂസ് ചെയ്യാം. അവരിനി ആ മേലേക്ക് വരുമ്പോഴേക്കും നമുക്ക് പോവാം. ഈ വാതിലൊക്കെ അടച്ചിട്ടേക്കാം. ഓക്കെ ഒരെണ്ണം കൂടിയും. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് തുറക്കാൻ പറ്റും? ഇത് ഇപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല അല്ലേ? ഇത് കഷ്ടായില്ലോ. ഇവിടെ എന്നാലും കടക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലൊരു വലിപ്പുണ്ട്, അത് തുറക്കാൻ പറ്റുമോ? അവിടെ ഇതൊന്നും തുറന്നില്ലേ, പിന്നെ ഇതിനവിടെ ഈ ഹാമർ എനിക്ക് യൂസ് ചെയ്തിട്ട് കാര്യം. വേറെ എവിടെയെങ്കിലുമൊക്കെ ഹാമറിൻ്റെ യൂസേജ് ഉണ്ടോ? ഓക്കെ, നമുക്ക് വീണ്ടും ഇനി മേലേക്ക് അവരെ വിളിച്ചു ചേർത്താം. ഹാമർ എടുക്കുക. നമ്മളൊരു പുറത്തൊരു ലാഡറില്ല, അവിടെ പോകണം. അവിടെ പോയിട്ട് എന്തോ നമുക്ക് പൊളിക്കാണ്ടെന്ന് തോന്നുന്നു. ഗ്രാൻഡ് പെൻ ഇവിടെ നിന്ന് കാണാനില്ല മിക്കവാറും. എടാ അവ ഇപ്പോൾ വന്ന് തന്നെ പിടിച്ചാണ് മിക്കവാറും. അവരെന്തായാലും കറങ്ങി വരട്ടെ, പണി കിട്ടും അല്ലെങ്കിൽ. ദൈവമേ, സ്ലെൻഡറിനെ അടക്കം നമ്മളെ പണിയാൻ നോക്കുന്നുണ്ട്. നമുക്ക് പുറത്തേക്ക് പോവാം. ഓക്കെ, മിക്കവാറും ഗ്രാൻഡ് ഇവിടെ പുറത്ത് കാറ്റും കൊണ്ട് നിൽക്കുന്നുണ്ടാവും. അവിടെ ഈ സ്ലെൻഡറിനെ പുറത്തിറങ്ങി എപ്പോഴും വരും. ഓക്കെ, ലാഡർ കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട ഇവിടത്തെ ഈ സംഭവം ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് അഴിച്ചു മാറ്റാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒറ്റ ചാട്ടം, വേറെ പരിപാടിയൊന്നുമില്ല. ഓക്കെ, ഇവിടേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഗ്രാൻഡിയും വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അഥവാ വന്ന പണി പാടും. ഇതിൻ്റെ ഉള്ളിൽ എന്നിട്ടാ വിൻഡപ്പ് കീ. പക്ഷെ വിൻഡപ്പ് കീക്ക് ഷോർട്ട് ഗൺ വേണ്ടേ? ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് വിൻഡപ്പ് കീ എടുക്കണം, നമുക്ക് ആവശ്യമുണ്ട്. ഒരു താഴേക്ക് പോകുന്നതല്ലേ? വിൻഡപ്പ് കീ നമുക്ക് യൂസ് ചെയ്യാൻ തോന്നുന്നു. ഹാമർ നമുക്ക് പിന്നെ ഒന്ന് ഇവിടെ നിന്ന് എടുക്കാം. പക്ഷേ ഇതിന് മണ്ടയ്ക്ക് തിരിച്ച് കയറാൻ പറ്റിയ ഗുണകരമായിരുന്നു. താഴെ ചിലപ്പോൾ ആ 3 നടിയിലായിട്ട് ചിലപ്പോൾ ചാടേണ്ടി വരും. ചാടി നോക്കാം. ഓക്കെ, നമ്മളത് ഇവിടെ തന്നെയല്ല ഇറങ്ങിയത്. ഞാൻ വെച്ച് താഴെയാണ്, കുഴപ്പമില്ല. നമുക്ക് ഇനി ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ കയറാം. ഓക്കെ, ഇവിടെ തന്നെ നമ്മുടെ ഷോർട്ട് ഗൺ ഇരിക്കുന്നുണ്ട്. അതെന്തായാലും പൊളിച്ചു കേട്ടോ. കുറേ ബുള്ളറ്റ് സ്പാം ചെയ്യാം. ആദ്യം നമുക്ക് അവരെ കൊന്നിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് ബുള്ളറ്റും പുറയൊക്കെ തപ്പാം. ഇതിൻ്റെ ഉള്ളിലേക്ക് വരട്ടെ. നമുക്ക് ആദ്യം സ്ലെൻഡറിനെ കെട്ടിയോൻ അത് നമ്മൾ അടിച്ചാണ്ട് അണ്ണാക്കി ലേറ്റുന്ന ആളല്ലേ, അതിനാദ്യം പണിയണം നമുക്ക്. അത് വരട്ടെ. അതിനാദ്യം തല്ലിക്കൊല്ലണം നമ്മൾ. എവിടെ പോയിറാ തൊരപ്പാ? തോക്കിയിട്ടിപ്പോൾ എല്ലാവരും പേടിച്ചോടിയെന്ന് തോന്നുന്നുണ്ട്. അത് വരട്ടെ. 2 ഉണ്ടയാണുള്ളത്. ഗ്രാൻഡ് കയറി വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. നോക്കി ഗ്രാനി ഇങ്ങോട്ട് വാ. പെട്ടെന്ന് വരൂ, സമ്മാനങ്ങൾ കാണിക്കൂ. 1. ഓക്കെ, ഒരാളെ കിട്ടി.
നമുക്ക് ഒരു ഉണ്ടയും കൂടി എടുത്തിട്ട് വരാം. ചിലപ്പോൾ ഗ്രാൻഡ് എങ്ങനെ വെടിയുടെ സൗണ്ട് കേട്ട് വരും. ഓക്കെ, ഉണ്ട അൺലിമിറ്റഡ് ഉണ്ട. ഓക്കെ, അടുത്താൾ വരൂ. ഓക്കെ, നമ്മളെ പട്ടിച്ചക്കൻ. ഇവനൊന്ന് തലടിക്ക്. ഇവന് നമ്മൾ ഹെഡ്ഷോട്ട് തന്നെ കൊടുക്കണം. അല്ല, പിന്നെ രണ്ടെണ്ണം ഇവിടെ മലിന്ന് കിടക്കുന്നുണ്ട്. ഗ്രാൻഡ് പിന്നെ ഇങ്ങനത്തെ കാര്യത്തിനൊന്നും ഇടപെടാൻ വരാത്തതുകൊണ്ട് നമുക്ക് ആളെ വെറുതെ വിട്ടേക്കാം. ആള് വരില്ല എന്നാ തോന്നണം എനിക്ക്. സോ നമുക്ക് കുറച്ചും കൂടി അൺലിമിറ്റഡ് ഉണ്ട വയ്ക്കണം. ഇത് ഈ മിഷൻ കഴിഞ്ഞ് ഈ ഉണ്ട കിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സീൻ. കറക്റ്റ് അടിക്കണം. എടാ അത് കൊണ്ടില്ലേ? ഇതെന്താ ബഗ്ഗാന്ന് തോന്നുന്നു കേട്ടോ. അല്ലാണ്ട് എനിക്ക് കളിക്കറിയാണ്ടല്ല, അത് വേറെ കാര്യം. അത് കൊണ്ടിക്കണം. ഓക്കെ, അത് അതിൻ്റെ പെട്ടെന്ന് ഈ ഉണ്ട. അയ്യോടാ, ഉണ്ടെല്ലാം പോയടാ. ഏതൊക്കെ എന്തൊരു കിട്ടിയ കാർ കീ കിട്ടിയതിൻ്റെ ഗുണം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷെ അതിൻ്റെ അവിടെ മുന്നേ മിക്കവാറും ഇപ്പോൾ ഇവർ എഴുന്നേറ്റുണ്ടാവും. ആരെങ്കിലും ഇപ്പോൾ വരുന്നുണ്ടോ? ഷോട്ട് ഗൺ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് കാറിൻ്റെ അടുത്തേക്ക് പോയി നോക്കുന്ന. അയ്യോ, ദൈവം ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ് വന്നാ നമുക്ക് ഇവനെ കൊന്നിട്ട് അങ്ങോട്ട് പോവാം. വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? ബാടമുത്തെ എന്താ മോനെ വേണ്ടേ? വല്ല ആവശ്യമുണ്ടോ നിനക്ക്? വെറുതെ വന്ന് ചോദിച്ച് കാണിക്കണവൻ. ഇവിടെ ഉണ്ടിരിക്കണ്ടേ, നമുക്കത് റീലോഡ് ചെയ്തിട്ട് വെച്ചേക്കാം. അല്ലെങ്കിൽ കണ്ടെടുക്കുമ്പോൾ ഉണ്ടില്ലാണ്ട് നമ്മൾ മൂഞ്ചി പോകും. പിന്നെ അടുത്ത മിക്കവാറും ഗ്രാനി വരും അടുത്ത കാർക്കി എടുക്കുമ്പോൾ. ഷോട്ട് ഗണ്ണോടെ ഡ്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡോർ അടച്ച് വെച്ചേക്ക്. ഓ, ദേ വരുന്നുണ്ട് ഗ്രാനി. പറഞ്ഞ് തീർന്നില്ല. ഇത് എന്ത്? എന്നാ അതിനും കൂടി കൊടുത്തിട്ട് പോവാം. ഗ്രാനി പെട്ടെന്ന് വന്ന് ഇത് സ്ലോ മോഷൻ കളിച്ച് നടക്കാൻ സമയമൊന്നുമില്ല. പെട്ടെന്ന് വാങ്ങിച്ചു പോകണം. ഓക്കെ, അതിനും കിട്ടിയതിൻ്റെ നമുക്കപ്പോൾ ഇനി നേരെ പോയിട്ട് കാർക്കി എടുക്കാം. കാറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ആ ഡയമണ്ട് കിട്ടിയാൽ മതിയായിരുന്നു. അതാണ് പ്രാർത്ഥന. ഇവിടെ തുറക്കാൻ പറ്റുമോ? എവിടെ തുറക്കുന്നത്? ഇത് കാറല്ല ഇനി. അതാണ് ഇപ്പം എൻ്റെ ബലമായ സംശയം. എടാ എനിക്ക് വേണം ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇത് കട്ട് ചെയ്താലാണോ കാറിൻ്റെ അടുത്ത് കാറ് തുറക്കാൻ പറ്റുള്ളൂ? അങ്ങനെയാണോ? അറിയാൻ പാടില്ലല്ലോ. നമുക്കെന്നാൽ തൽക്കാലം ഇപ്പോൾ ഷോട്ട് ഗൺ താഴേക്ക് എടുത്തിട്ട് പോവാം. നമ്മൾ പെട്ടുമെന്ന് തോന്നുന്നു. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ, ഇവിടെ സ്ക്രൂ ഡ്രൈവർ ഇരിക്കുന്നുണ്ട്. പിന്നെ ബാത്റൂമിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്ക്രൂ ഡ്രൈവർ നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു മേലെ പോയിട്ട്. സോ നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുക്കാം. എന്നിട്ട് മേലേക്ക് പോവാം. അവിടെ മേലേക്ക് ഇപ്പം ഒരുത്തൻ കയറി പോയോ? കണ്ട മാതിരി എനിക്ക് തോന്നുന്നു. എടാ, ഇവൻ ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നി. ഇവിടെ സിസേഴ്സ് ഇരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ഡയമണ്ട് ആണ്. ഡയമണ്ട് ഉടനെ പോയിട്ട് തപ്പും നമ്മൾ. നമുക്ക് എന്തായാലും സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഇങ്ങനെ ആക്കി കൊടുക്കും. അവിടെ സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ പറ്റുന്നില്ല. എന്തോ ബഗ്ഗാന്ന് തോന്നണേ. എന്തോ ബഗ്ഗായിരുന്നു. ഭാഗ്യത്തിന് ഇപ്പോൾ രക്ഷപ്പെട്ടുണ്ട്.
ഓക്കെ, സ്ക്രൂ ഡ്രൈവർ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പുറത്തെ സൈഡാണ്. ഇനി ഇത് കട്ട് ചെയ്യണോ? ഓക്കെ, നമുക്കിനി റസ്റ്റ് സീസേഴ്സ് എടുത്തിട്ട് ഇവിടെ എന്തെങ്കിലും കാട്ടാൻ പറ്റുമോ നോക്കാം. അതല്ലാണ്ട് നമ്മളിനി തപ്പാത്ത വേറെ സ്ഥലമൊന്നുമില്ല. അവിടെ വേറെ ലിവർ വേണം. ഇതേ കഴിച്ചപ്പോൾ നമ്മളിത് റോപ്പ് കട്ട് ചെയ്തു. ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുമോ? ഇവിടെയും നമ്മൾ കട്ട് ചെയ്ത് എന്തോ കിട്ടി. നമുക്ക് ഹാൻഡിൽ കിട്ടി ഗൈസ്. നമ്മൾക്ക് മറ്റേ ബേസ്മെന്റ് എസ്കേപ്പ് ചെയ്യാനുള്ള ഹാൻഡിൽ കിട്ടി. ഐ തിങ്ക് ഐ നീഡ് ടു ഷൂട്ട് ഇറ്റ്. നമുക്ക് സാധാ ഷോട്ട് ഗൺ വെച്ച് ഷൂട്ട് ചെയ്ത് പറ്റും. മറ്റേത് തന്നെ വേണമെന്ന് തോന്നുന്നുണ്ട്. മറ്റൊരു ഗണ്ണില്ലേ, ഒരു പർപ്പിൾ, അത് തന്നെ വേണമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഹാൻഡിൽ കിട്ടി, ബേസ്മെന്റ് കീ കിട്ടി. നമ്മളെ കണ്ടുക ഒരു ഉണ്ടിൻ്റെ അത് നേരെ ഷോട്ട് ഗ്രാൻഡ് പെന്നെ തീർക്കേണ്ടി വരും. എടാ അത് ഉണ്ട ശരിയായില്ല. നമ്മൾ മൂഞ്ചി. ഗ്രാൻഡ് പാ എന്നെ വെറുതെ വിടൂ. ഗ്രാൻഡ് പാനാ പാവം വേണേ. പക്ഷെ അങ്ങനെ ഡേ വണ്ണ് പോയിടാ. മറ്റോ പോണ്ട്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് അവിടെ അഴിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലിവർ കിട്ടി. ഇനി നമുക്ക് ആ പുറത്ത് പോയിട്ട് ആ ലിവർ തുറക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മറ്റേ അവിടെ ഒരു കേജ് മാതിരി കമ്പിയൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാനുള്ള ചാൻസ് അധികമാണ്. നമ്മൾ മറ്റോ കണ്ടുവന്നുകൊണ്ട് ശബ്ദം കേട്ടു. നമുക്ക് എന്തായാലും ഈ ലിവർ വെച്ചിട്ട് വരാൻ പെട്ടെന്ന്. ഓക്കെ, ഇവിടെ ഇത് ഏണി കയറുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഇനി ഇത് വെക്കാം. ഓക്കെ, ഈ സംഭവം നമുക്ക് തുറന്നു കേട്ടോ. ഓക്കെ, അത് നമുക്ക് എന്തായാലും നോക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ പുറത്തോടെ പോയിട്ട് ഇനി ശബ്ദം ഉണ്ടാക്കാൻ നിൽക്കണ്ട. നമുക്ക് ഈ വഴി ഇനി പോവാം. ഈ വഴി നമുക്ക് കയറി പോയിട്ട് അതിലോട്ട് ചാടിയ പെട്ടെന്ന് മേലെ എത്തൂലോ. ഓക്കെ, അപ്പോൾ അവിടെ ഡയമണ്ട് കിടക്കണു. ഒരു താഴെ വറുതിട്ട് വെച്ചേക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അല്ലാതെ ആയെന്ന് തോന്നുന്നു നമുക്ക് എസ്കേപ്പ് ചെയ്യാനുള്ളത്. നോക്കി നോക്കാം. നമുക്ക് എന്തായാലും ഡയമണ്ട് കിട്ടി. ഗ്രാനിനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. നമ്മളിപ്പോൾ താഴെ ചാടീൻ്റെ പെട്ടെന്ന് വേണ്ടി ഡയമണ്ട് വെച്ച് അത് തുറക്കാം. എല്ലാം സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, നമ്മൾ ഡയമണ്ട് വെച്ച് തുറന്നു. ഓക്കെ, ആ വാതിൽ പോയിട്ട് തുറക്കാൻ. മിക്കവാറും ലോക്ക് വീണ സൗണ്ട് ഇട്ടിട്ട് വീണ്ടും ഗ്രാൻഡ് പാ വരാനുള്ള ചാൻസ് അധികമാണ്. ഓക്കെ, ഇനി നമുക്ക് ഹാൻഡിലും എടുത്തിട്ട് വരാം. ഓക്കെ, നമ്മളപ്പോൾ ഹാൻഡിലും കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിനി എസ്കേപ്പ് ചെയ്യാൻ തോന്നുന്നു. പക്ഷെ അതിൻ്റെ മുന്നേ ഇവരെ തീർക്കണം എന്നുണ്ട്. പക്ഷെ അത് റിസ്ക് ആവുമോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഓക്കെ, നമ്മളിനി ഈ ഹാൻഡിൽ വെച്ച് നമുക്ക് സുഖമായിട്ട് രക്ഷപ്പെടാം. പക്ഷെ അതിൻ്റെ മുന്നേ അവരെ വെടിവെച്ച് കൊല്ലണം. അവനെന്താ ഒടിഞ്ഞു കുത്തിക്കണം. അതിൻ്റെ പെടല് വിളിക്കുക. എടാ അതിൻ്റെ പെടല് വിളിക്കുന്നു തോന്നുന്നുണ്ട് കേട്ടോ. അത് നടക്കുന്നത് നോക്കി. അയ്യോ എടാ, ഗ്രാനി ഇപ്പോഴും അവിടെ നിൽക്കുക. പെട്ടെന്ന് ഹാൻഡിൽ എടുത്തിട്ട് പോവാം. വേണ്ട, ഷോട്ട് ഗണ്ണൊന്നും വേണ്ട. ദൈവമേ, ഇവിടെ ഗ്രാനി ഇപ്പോൾ ഇവിടെ ക്യാമ്പ് അടിച്ചിരിക്കണ്ടാവോ?
ഓക്കെ ഗ്രാൻഡ് ഇപ്പം അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലാന്ന് തോന്നുന്നത്. നമുക്കപ്പോൾ എക്സ്കേപ്പ് ചെയ്യാം. ഓക്കെ അപ്പോൾ നമ്മൾ ഗ്രാനി 4 എസ്കേപ്പ് ചെയ്യാൻ പോവാ കേട്ടോ. ഹാൻഡിൽ കിട്ടി, നമ്മളത് എസ്കേപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ വണ്ടി വിട്ടോ. ഓക്കെ അപ്പോൾ നമ്മളിത് ബേസ്മെന്റ് എസ്കേപ്പ് ചെയ്തേക്കാണ്.